താനൂരിൽ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സിപിഎമ്മിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കുന്നു. കൂറ്റൻ പ്രകടനത്തോടെയാണ് സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ കളത്തിലിറങ്ങുക. വൈകിട്ട് തിരഞ്ഞെടുപ്പ് റാലി നടത്താനാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്ന് രാത്രിയോടെ മണ്ഡലത്തിൽ അബ്ദുറഹ്മാന്റെ ഫ്ലക്സുകളും ഉയരും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായെങ്കിലും അബ്ദുറഹ്മാൻ പ്രചാരണത്തിനിറങ്ങാത്തത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇന്ന് മലപ്പുറത്തെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തുന്നതോടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്ന കണക്കുകൂട്ടലിലാണ് സിപിഎം നേതൃത്വം. ബുധനാഴ്ച രാത്രിയും അബ്ദുറഹ്മാനുമായി വിവിധ നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. താനൂരിൽ മത്സരിക്കേണ്ട ആവശ്യകതയാണ് ഇവരെല്ലാം സംസാരിച്ചിട്ടുള്ളത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് നേതൃത്വം ചർച്ചകൾ നടത്തുന്നത്. പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കരുതെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സിറ്റിംഗ് മണ്ഡലം നഷ്ടപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചകളിലെല്ലാം അബ്ദുറഹ്മാൻ പച്ചക്കൊടി ഉയർത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അബ്ദുറഹ്മാനെ പിന്തുണയ്ക്കുന്നവരുടെ മാമനാണ് താരം എന്ന ഫേസ്ബുക്ക് പേജിൽ തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഈ പേജിൽ പോസ്റ്റുകൾ വന്നിരുന്നില്ല. താനൂരിലെ UDF സ്ഥാനാർത്ഥി ലീഗിലെ PK നവാസ് ഇതിനകം പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ താനൂരിൽ നവാസ് റോഡ് ഷോ നടത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥിയുടെ അഭാവം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് UDFന്റെ പ്രചാരണം. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. ഇവയെ മറികടക്കുന്ന രീതിയിൽ അതിശക്തമായ പ്രചാരണത്തിന് തുടക്കമിടാനാണ് CPM ഒരുങ്ങുന്നത്. അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയേക്കുമെന്ന പ്രചാരണങ്ങൾ മന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ നിഷേധിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് താനൂരിൽ നടന്ന ഗവൺമെന്റ് കോളേജ് കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യമാണ് അബ്ദുറഹ്മാന്റെ പിണക്കത്തിനുള്ള പ്രധാന കാരണമെന്നാണ് സൂചന. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന താനൂർ MLA കൂടിയായ അബ്ദുറഹ്മാനെ കാത്തുനിൽക്കാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ R. ബിന്ദു കോളേജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. തുടർന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച അബ്ദുറഹ്മാൻ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. ഇതിനെ തുടർന്നുണ്ടായ പടലപ്പിണക്കം ഇന്നത്തോടെ പരിഹരിക്കപ്പെടും. തുടർച്ചയായി 3ാം അംഗത്തിനാണ് അബ്ദുറഹ്മാൻ താനൂരിൽ ഇറങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ സിറ്റിംഗ് MLA ആയിരുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയാണ് പരാജയപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ തവണ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനെയും പരാജയപ്പെടുത്തി. ഇത്തവണ വിദ്യാർത്ഥി നേതാവ് PK നവാസാണ് എതിരാളി. എഡിറ്റർ ലൈവ്, താനൂർ. മജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031.